ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ എൽ സി ഉമ്മൻ കൂടിയുണ്ട്. ഡോക്ടർ എൽ സി ഉമ്മൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സക്രിയ ജോർജ് സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ പെട്ടെന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ ഒന്നും ഉണ്ടാകുന്ന ഒന്നല്ല. ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം ഈ സ്ത്രീകളുമായി എന്നത് ഏതാണ്ട് വ്യക്തമാണ്. അത് നിർബന്ധിച്ചാണോ സമ്മർദ്ദത്തിൽപ്പെടുത്തിയാണോ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തതയില്ല. പക്ഷേ ഒരു ദീർഘകാല അടുപ്പത്തിനൊടുവിലാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ദുരൂഹമായ അപ്രത്യക്ഷം ആകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ഈ പ്രതിയുടെ ഒരു സൈക്കോളജി എന്തായിരിക്കാം എന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം. ഞാൻ ഈ ഇരകളിലേക്ക് വരാം. അതിനു മുമ്പ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ഒരു മനോനിലയായിരിക്കാം ഉണ്ടാവുക? നോക്കൂ, നമ്മള് വിശദമായിട്ട് ഒരു വ്യക്തിയെ പരിശോധിക്കാതെ അവരുടെ അനുവാദമില്ലാതെ ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ല. എങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു തരത്തിലാണ് ആ ആളിന്റെ തലച്ചോറ് പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. താങ്കള് തുടക്കം മുതലേ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ കുറെ അധികം ഇൻഫർമേഷൻസ് ഞാൻ നോട്ട് ചെയ്യുകയുണ്ടായി. അതിനകത്തില് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോ 4-5 സ്ത്രീകൾ തന്നെ ഉണ്ട്. ആ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് തന്നെയല്ല സാമ്പത്തികമായിട്ടുള്ള തിരിമറിയുണ്ട്. അത് തന്നെയല്ല മറ്റ് ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപേ തന്നെ പലപ്പോഴും മോഷണത്തിന്റെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ പോലും ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് പോയി അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള തരത്തിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയല്ല ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അതായത് പവർ ഓഫ് അറ്റോർണി വരെ ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് നിർമ്മിച്ചു. അത് വെച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ള ആള് തന്നെയാണ്. ആന്റി സോഷ്യൽ എലമെന്റ്സ് തന്നെയാണ് ഇത്തരം ചെയ്യുന്നത്. അവരുടെ ഇതേപോലെയുള്ള വളച്ചൊടിക്കുക, അല്ലെങ്കിൽ നുണ പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തുക, മോഷണം അല്ലെങ്കിൽ കൊലപാതകം, ഇതെല്ലാം തന്നെ അവര് ചെയ്യുന്ന സ്വഭാവക്കാരാണ്. അവരുടെ തലച്ചോറ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിലൊക്കെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു വ്യക്തി അവരോടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇന്ന വ്യക്തിക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിയുക വളരെയധികം പ്രയാസമാണ്. കാരണം അവർ വളരെയധികം സമർത്ഥമായിട്ടാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്. വളരെയധികം ചാമിങ് ആയിട്ടായിരിക്കും, വളരെയധികം ആകർഷണീയമായിട്ടായിരിക്കും ഇടപെടുന്നത്. അവരുടെ സംസാരത്തിലും അവരുടെ രീതിയിലും അവരുടെ വൈഭവത്തിലൊക്കെയും ആളുകൾ തെറ്റിദ്ധരിച്ച് അത് ആ രീതിയിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ മറ്റുള്ളവരെ കയ്യിൽ എടുക്കുന്നതിനുമുള്ള ഒരു വൈഭവം അവർക്കുണ്ട്. അപ്പോ ഈ തരത്തിലുള്ള നേച്ചർ എല്ലാം തന്നെ അവരുടെ ഈ ദുഷ്ടലാക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെയും ഇത്തരം ട്രേഡ്സ് അവർക്ക് സ്വാഭാവേന ഉള്ള ട്രേഡ്സ് അവരത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ പലപ്പോഴും ഇവര് കണ്ട് മുട്ടുന്ന ആളുകളും ഒരു പക്ഷേ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും ചതിക്കുഴിയിൽ വീഴാറുണ്ട്. കാരണം ഇവരുടെ സംസാരത്തിലും ഇവരുടെ രീതിയിലും ഇവരുടെ ഇടപാടിലും ഇവര് നയപരമായിട്ട് സംസാരിക്കുകയും ആളുകളുടെ വിശ്വാസം നേടിയെടുക്കത്തക്ക രീതിയിൽ അവർക്ക് നല്ല അവതരണ ശൈലിയും ഉള്ളവരാണെന്ന് കൂട്ടിക്കോളും. അപ്പോൾ ഈ തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നതിനും പറ്റിക്കുന്നതിനും അല്ലെങ്കിൽ അപായപ്പെടുത്തുന്നതിനും കുഴിയിൽ ചാടിക്കുന്നതിനും ഒക്കെയും അവർക്ക് വളരെ സാമർഥ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് കുറ്റബോധം ലേവലേശം ഉണ്ടാകണമെന്നില്ല, റിമോഴ്സ് ഉണ്ടാവില്ല, ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകില്ല. അത് താൻ പിടിക്കപ്പെടുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഇത് ഒരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ആ തെളിവ് നശിപ്പിക്കുന്നതിനോ ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിനോ ഒക്കെയും അവർ യാതൊരു ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കുറെ പുകമറകൾ സൃഷ്ടിക്കുകയും, ഇതൊക്കെയും അവർക്ക് ആ ഒരു വൈഭവം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. അതായത് ഇപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ ഓൺലൈനിലൊക്കെ വരുന്ന പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഒറ്റയ്ക്ക് അയാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഇപ്പോൾ മേഡം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകുമോ? കാരണം ഇത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ സ്ത്രീകളെയാണ് അദ്ദേഹം ഇത്തരത്തിൽ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതൊന്നും സ്ഥിരീകരിക്കുകയല്ല, പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ സ്നേഹം നടിച്ചിട്ടോ സൗഹൃദം നടിച്ചിട്ടോ ഒക്കെ തന്ത്രപരമായ രീതിയിലായിരിക്കാം വക വരുത്തിയത് എന്ന് വേണമോ അനുമാനിക്കാൻ? നോക്കൂ, അവർക്ക് ഒറ്റയ്ക്കും ചെയ്യാം, എന്നാൽ ചില ആളുകൾ ഗാങ് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്.
അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഗയാങ് ആക്ടിവിറ്റീസ് രണ്ടും രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയെ പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആ. അപ്പൊ അതിനകത്ത് ഗ്യാങ് ആയിട്ട് ചെയ്യുന്നവരെ അവർ കൂട്ടം കൂടി അല്ലെങ്കിൽ അവരുടെ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരേ തലത്തിൽ ചിന്തിക്കുന്ന ഒരേ ലക്ഷ്യബോധമുള്ള ആ ഒരു ഗ്യാങ് ആയിട്ട് ഇടപെട്ട് ആ ഗ്യാങ്ങിലായിരിക്കും അഫിലിയേഷൻ. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ നിന്നും ഇത്തിരി വിട്ടായിരിക്കും നിൽക്കുന്നത്. ആ. ആ ഒരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗ്യാങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ എപ്പോഴും ഒരു സമൂഹത്തിന്റെ ഇടയിൽ അവർ സാധാരണ രീതിയിൽ ഇടപഴകാറില്ല. അവരെപ്പോഴും ആ ഒരു സെപ്പറേറ്റ് ഗ്യാങ്ങിലായിരിക്കും. എന്നാൽ അവരുടെ ആന്റി സോഷ്യൽ ക്രൈംസ് ചെയ്യുമ്പോൾ മാത്രം അവർ സമൂഹത്തിലേക്ക് ഇടപെടാറുണ്ട്. നേരെ മറിച്ച് ഒറ്റയ്ക്കുള്ളവര് അവര് നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വളരെയധികം ഇഴുകിച്ചേരുക, മറ്റുള്ളവരുമായിട്ട് വളരെയധികം ഇടപെടുക, അല്ലെങ്കിൽ അവര് ഒരു സമൂഹത്തിലെ ഒരു അംഗമായിട്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് അവര് മുന്നോട്ട് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പെർസോണ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. പെർസോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് അർത്ഥം. അതായത് ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുക. ഇപ്പൊ മുഖംമൂടി അണിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ രൂപം അല്ലെങ്കിൽ ഉള്ളിലുള്ള യഥാർത്ഥ ത്വരകൾ, യഥാർത്ഥ സ്വഭാവങ്ങൾ വ്യക്തമാക്കാതെ ആ മുഖംമൂടി അണിഞ്ഞ് ആയിരിക്കും അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ അവർ വസിക്കുമ്പോൾ, നമ്മുടെ ഇടയിൽ തന്നെ അവർ ഇടപഴകുമ്പോൾ അവർ തിരിച്ചറിയാനായിട്ടും വൈകുന്നു. അല്ലെങ്കിൽ ഇത്തരം ഇഷ്യൂസ് വന്ന് പിടിക്കപ്പെടുമ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവരും അയൽവക്കക്കാരും തന്നെ അറിയാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തരത്തിൽ അവർ ഒറ്റയ്ക്കും അവര് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഗ്യാങ് ആയിട്ടും ചെയ്യാം. അത് ഓരോന്നിനും ഓരോ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ഉണ്ടാവും. ശരി, തീർച്ചയായും വർത്തമാന കാലഘട്ടത്തിലടക്കം